ഉയരങ്ങൾ കീഴടക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിയും ബംഗളൂരുവിലെ IT ജീവനക്കാരിയുമായ സുഹ്റ ചിരുക്കപ്പള്ളി. 41-ാം വയസ്സില് എവറസ്റ്റ് കീഴടക്കി സ്വപ്നങ്ങൾക്ക് പിന്നാലെ നുർദിക്കുകയാണിവര്. നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിത എന്നീ റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി. മലപ്പുറം പ്രസ് ക്ലബ്ബില് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ്സില് സുഹ്റ ചിരുക്കപ്പള്ളി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ സ്കിൽസ് സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്ത് കുറേ വർഷം ലഡാക്കിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ക്ലൈംബ് ചെയ്തു. അതിനുശേഷമാണ് എവറസ്റ്റിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. പഠനകാലം മുതൽ അത്ലറ്റിക്സിൽ പങ്കെടുത്തിരുന്നു. ഓട്ടത്തിലായിരുന്നു ശ്രദ്ധ. മാസ്റ്റേഴ്സ് മീറ്റില് കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയതലത്തില് പങ്കെടുത്തിട്ടുണ്ട്. 9 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചത്. ആലോചന വരുന്നത് ഇത്രയും ഭംഗിയുള്ള സൺറൈസ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് അതല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അതിനേക്കാളും ഭംഗിയായിരിക്കും എന്നുള്ള മനസ്സിലൊരു തോട്ട് വന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ക്ലൈംബിങ്ങിലോട്ട് മെല്ലെ സ്വിച്ച് ചെയ്ത് അത് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് വർഷങ്ങളുടെ ഹാർഡ് വർക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, എന്താ പറയുക, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമാണ് ഈ മെയ് 20-ാം തീയതിയുള്ള സമ്മിറ്റ് എന്ന് പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആദ്യമൊക്കെ നാട്ടിലെ ഉയരമുള്ള പ്രദേശങ്ങളിലേക്കായിരുന്നു യാത്ര. വയനാട്ടിലെ മലകള് കയറിയിറങ്ങി. പിന്നീട് കൂടുതൽ ഉയരത്തിലേക്ക് ട്രക്കിംഗ് നടത്തി. ശേഷം കാൽനടയായി മല കയറാന് തീരുമാനിച്ചു. ലഡാക്ക്, നേപ്പാള് എന്നിവിടങ്ങളിലെ മലകള് കീഴടക്കി. കൂടുതൽ ഉയരത്തിൽ നിന്ന് സൂര്യോദയം കാണണമെന്ന ആഗ്രഹത്തിലാണ് എവറസ്റ്റ് കയറാന് പുറപ്പെട്ടത്. ഏപ്രിൽ 10-ന് തുടങ്ങിയ യാത്ര 43 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മലകയറിയുള്ള മുൻപരിചയമാണ് എവറസ്റ്റ് കീഴടക്കുന്നതിനുള്ള പ്രധാന യോഗ്യത. അതിനുശേഷം എവറസ്റ്റ് കയറുന്നതിന് ആവശ്യമായ പരിശീലനത്തില് പങ്കെടുത്തു. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു എക്സ്പെഡിഷന് കമ്പനിയുടെ സഹായത്താലാണ് എവറസ്റ്റ് കയറിയത്. ഇവരുടെ ഗൈഡ് കൂടെയുണ്ടാകും. മല കയറാനുള്ള ആരോഗ്യമുണ്ടെന്ന് ഉറപ്പാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഏപ്രിൽ 18-ന് ബേസ് ക്യാമ്പിലെത്തി. രാത്രിയില് കാലാവസ്ഥ അനുകൂലമായപ്പോൾ മുകളിലേക്ക് പുറപ്പെട്ടു. ഒരു സംഘം ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. ഓരോ പർവ്വതാരോഹകർക്കുമൊപ്പം ഒരു ഗൈഡുണ്ടാകും. ഇവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ചലനം. ഓക്സിജന് സിലിണ്ടർ അടക്കം ആവശ്യമായ ഉപകരണങ്ങളും ഒപ്പമുണ്ടാകും. ഒരു ദിവസം 8 മുതൽ 12 വരെ മണിക്കൂർ വരെ മല കയറും. 6800 മീറ്റർ കയറിയാൽ ഓക്സിജൻ ഉപയോഗിച്ചു തുടങ്ങും. ഉയരം കൂടുന്തോറും കൃത്രിമ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോയിരുന്നു. മെയ് 20-ന് ലക്ഷ്യത്തിലെത്തി. 20 മിനിറ്റ് അവിടെ ചെലവഴിച്ചു. കയറുന്നതുപോലെ തന്നെ പ്രധാനമാണ് തിരിച്ചിറക്കവും. ഇതിനും നല്ല ഊർജ്ജം ആവശ്യമാണ്. മടങ്ങിയെത്തുന്നതുവരെ ഞങ്ങളുടെ സംഘത്തിലാർക്കും അപകടം സംഭവിച്ചില്ല. എന്നാല് ഞങ്ങളുടെ മുന്നിൽ പോയ സംഘത്തിനിടയിലേക്ക് വലിയ മഞ്ഞുകട്ട വീണു. ഇതിനാല് പിടിച്ചുകയറാന് കിട്ടിയിരുന്ന കയറ് മഞ്ഞിനടിയിലായി. ഗൈഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മഞ്ഞുകട്ടയുടെ മേലെ കയറിയാണ് അപ്പുറം കടന്നത്. അപകടത്തിൽപ്പെട്ടയാളുടെ രക്തം മഞ്ഞുകട്ടയില് വീണുകിടപ്പുണ്ടായിരുന്നു. ഇയാളെ ഹെലികോപ്റ്ററിൽ താഴെയെത്തിച്ചെന്നാണ് അറിഞ്ഞത്. നല്ല ചെലവുള്ള യാത്രയാണ് എവറസ്റ്റിലേത്. നേപ്പാൾ സർക്കാരിന്റെ പെർമിറ്റിന് 14 ലക്ഷം രൂപ നൽകണം. സുരക്ഷാ ഉപകരണങ്ങൾക്ക് 7 ലക്ഷത്തോളം വരും. കമ്പനി ചാർജ്, ഗൈഡ് ചാർജ് ഉൾപ്പെടെ 35 മുതൽ 75 വരെ ലക്ഷം രൂപ വരെ ചെലവുള്ളതാണ് യാത്ര. ബേസ് ക്യാമ്പിലും ക്യാമ്പ് 2-വിലും വൈഫൈ ലഭിക്കും. ബാക്കി സമയം റേഡിയോ കമ്മ്യൂണിക്കേഷനാണ് സാധ്യമാവുക. 7 വൻകരകളും മലനിരകളും കയറണമെന്നാണ് ആഗ്രഹം. ഭാവിയിൽ അതുണ്ടാകും. കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. ഭർത്താവ് സിറാജുദ്ദീന് ബംഗളൂരുവിലെ IT ജീവനക്കാരനാണ്. ഉപ്പ അബ്ദുൾ ജലീലും ഉമ്മ ആയിഷാബിയും മക്കളായ എഹബ് അസാനും എമിനും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന് ഫോൺ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു.